ഹായ് ഗായ്സ്, ഗെറ്റ് റെഡി വിത്ത് മീ. ഓക്കെ, ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പം നമുക്ക് ബർത്ത്ഡേക്ക് ഒന്ന് അടിപൊളിയായിട്ട് ഒരുങ്ങാം. അപ്പം ഞാൻ എൻ്റെ ഫുൾ ബെയർ ഫേസ് ആണ്, പ്രത്യേകിച്ച് ഒന്നുമില്ല. ഒരു ലിപ് ബാം ഉണ്ട് കേട്ടോ ചുണ്ടിൽ, സാധാരണ. ഇനി ഫസ്റ്റ് യൂസ് ചെയ്യുന്നത് ഈ ഒരു പ്രൈമർ ആണ്. ഇത് ഷീൻ ഗ്ലാമിൻ്റെ പ്രൈമർ, സൂപ്പർ പ്രൈമർ ആണ് കേട്ടോ. ഷീൻ ഗ്ലാം ഇപ്പോൾ നമുക്ക് ഇന്ത്യയിൽ അവൈലബിൾ ആണ്, അതുകൊണ്ട് പേടിക്കാനില്ല. നമുക്ക് താൽക്കാലികം ഈ രീതിയിൽ വെക്കാം. അല്ലെങ്കിൽ നമ്മൾ ഇതെല്ലാം പാടെ നമ്മുടെ മുഖത്തിട്ട് കഴിയുമ്പോത്തിന് നമ്മുടെ ഷോള് ഒരു പരിവായിട്ടുണ്ടാവും. പിന്നെ ഇതൊക്കെ നമ്മുടെ ഷോളിലായിട്ടുണ്ടെങ്കിൽ പിന്നെ പോകൂല കേട്ടോ. അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ ഈ പറയുന്നത്. ഫസ്റ്റ് നമ്മൾ പ്രൈമർ ഇട്ടു. എനിക്ക് നല്ല ചൂടെടുക്കുന്നുണ്ട്, കാരണം ഞാൻ ഈ ഓൺ വോയിസ് ചെയ്യുന്നത് കൊണ്ട് ഫാൻ എനിക്ക് നോക്കാൻ പറ്റില്ല. നമ്മുടെ പ്രൈമറാണ് നമ്മൾ ഫസ്റ്റ് അപ്ലൈ ചെയ്തത്. അടുത്തത് കളർ കറക്ഷൻ ആണ്. ഇതാണ് എൻ്റെ ഫേവറേറ്റ്. ഇത് ഇൻസൈഡ് കോസ്മെറ്റിക്സിൻ്റെ ആണ്. ഭയങ്കര ചീപ്പ് റേറ്റിന് നമുക്ക് കിട്ടും. ഗുഡ് പെർഫോമൻസ് ആണ് കേട്ടോ. സോ ഇത് ഒരു ഓറഞ്ച് എടുത്തിട്ട് നമ്മുടെ ഇവിടുത്തെ പിഗ്മെൻറ്റേഷൻ ഒന്ന് കവർ ചെയ്യുന്നുണ്ട്. ആൻഡ് ഈ ബോഡിയും പിന്നെ കുറച്ച് പിമ്പിൾസിലെടുത്തൊക്കെ ഒന്ന് ഹൈഡ് ചെയ്ത് കൊടുക്കാം. എനിക്ക് അങ്ങനെ കളർ കറക്ഷൻ്റെ ഒരു ഫാനല്ല കേട്ടോ. എനിക്കങ്ങനെ ഫേസിലുള്ളത് ഫുള്ള് ഹൈഡ് ചെയ്തോളണം എന്ന് ഒരു നിർബന്ധമില്ല. പിന്നെ എനിക്ക് ഒന്ന് ബ്രൈറ്റായിട്ട് ഒന്ന് ബ്യൂട്ടിഫുൾ ആയണമെന്നേ ഉള്ളൂ. അല്ലാതെ ഫേസിലെ കലകളും പാടുകളും കളഞ്ഞ് ഉള്ളൊരു മേക്കപ്പിനോട് എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ല. ബ്രൈഡലൊന്നുമല്ലല്ലോ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഈ ഒരു ബ്ലഷ് എന്നുള്ളൊരു വിചാരമേ ഉള്ളൂ. അത് എനിക്ക് ബ്ലഷ് അല്ല, ഈ ഒരു ബ്രഷ് വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്യാണ്. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, കൈ മാത്രം മതി. ഇതിപ്പോൾ ഒരു ട്യൂട്ടോറിയൽ ആയതുകൊണ്ടും ഞാൻ കുറച്ച് ഓവറാക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അടുത്തത് ഫൗണ്ടേഷൻ ആണ്. സോ ഗായ്സ്, ഞാൻ ഫൗണ്ടേഷനും തന്നെയാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഇതിന് നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് ചൂസ് ചെയ്യാൻ പറ്റും. ഞാൻ എൻ്റെ ഈ ഒരു ബ്രൈറ്റ് കളറും ഈ ഒരു കളറും, അതായത് സ്കിൻ കളറും ആയിട്ട് ബ്ലെൻഡ് ചെയ്തിട്ട് അപ്ലൈ ചെയ്താൽ എനിക്ക് എൻ്റെ കറക്റ്റ് സ്കിൻ ടോൺ കിട്ടും കേട്ടോ. ഇനി പിന്നെ അങ്ങനെ ഓക്സിഡൈസിൻ്റെ പ്രശ്നം, ഇതിങ്ങനെ നന്നായിട്ട് ഡോട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ ഐലിഡ്, നോസ്, സോ ദാറ്റ് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു സംഭവം ഉണ്ടെങ്കിൽ കൺസീലറായിട്ടും അതുപോലെ ഫൗണ്ടേഷനായിട്ടും ഇത് വർക്ക് ചെയ്യും. സൂപ്പർബായിട്ട് ഇത് വർക്ക് ചെയ്യും. ഓക്കെ, നിങ്ങൾ ഒരിട്ട് ഇത് പർച്ചേസ് ചെയ്തിട്ട് മാത്രം ഫൗണ്ടേഷനും കൺസീലറും സെപ്പറേറ്റ് വാങ്ങിയാൽ മതിയേ. ഓക്കെ, ആൻഡ് ബ്ലെൻഡ് വെൽ. ഞാനിപ്പോൾ റാൻഡംലി ബ്ലെൻഡ് ചെയ്യുകയാണ്, കാരണം എനിക്ക് അങ്ങനെ ഒരു ഹൈ കവറേജിൻ്റെ ആവശ്യമില്ല. എനിക്കെപ്പോഴും നല്ല സെറ്റിൽ കവറേജ് ഇഷ്ടം. അതുകൊണ്ട് ഇനബേബി ഇവിടെ എല്ലാത്തോണ്ടുള്ള ക്ലിപ്പ് വെച്ചാണ് അഡ്ജസ്റ്റ് ചെയ്താൽ ഷോൾ അവിടെ അവനെങ്ങാണ്ടിരിക്കുന്നോളൂ കേട്ടോ. നമ്മുടെ കറണ്ട് പോയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇത് എൻ്റെ നാച്ചുറൽ ലൈറ്റാണ്, പക്ഷേ എനിക്ക് കുറച്ചുകൂടെ ലേറ്റ് ഉണ്ടാകുമ്പോഴാണ് ആ മേക്കപ്പ് നിങ്ങൾക്ക് കാണാൻ പറ്റൂ. എന്ത് ചെയ്യാം, കറണ്ട് വരുവോളം വെയിറ്റ് ചെയ്തെന്ന ഇന്ന് കറണ്ടേ വരില്ല. അതാണ് ഇവിടുത്തെ അവസ്ഥ, ഈ വീടുത്തെ അവസ്ഥ. ഓക്കെ, ആക്ച്വലി ഇത് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞ് കാലൊക്കെ തലവേദന എടുക്കണം. എന്തോ ഒരു കഷ്ടപ്പാടറിയാം. എനിക്ക് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ ഇത് എഡിറ്റ് ചെയ്യുന്ന എനിക്ക് ഇഷ്ടമില്ല. പിന്നെ എഡിറ്റ് ചെയ്യാണ്ട് ഇടുമ്പോൾ അതിന് നമ്മൾ വലിയ സെലിബ്രിറ്റി ഒന്നും അല്ലല്ലോ. ഒറ്റടിക്കോട് വെറുതെ എന്തെങ്കിലും കൊണ്ടുവന്ന് തള്ളുമ്പോഴത്തിന്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് കറണ്ട് വരുമ്പോൾ വെയിറ്റ് ചെയ്തിരിക്കാനുള്ള സമയമുണ്ടോ? കറണ്ട് വിവരം അനുസരിച്ച് ഇന്ന് കറണ്ട് വരാൻ ചാൻസ് ഇല്ല. അടുത്തത് ഞാൻ എൻ്റെ ഐ ഒന്ന് ലുക്കാക്കാൻ പോവുകയാണ്. സോ ഇനി അവിടെ യൂസ് ചെയ്യുന്നത് ഈ ഒരു പാലറ്റാണ്. ദിസ് ഇസ് മൈ ഫേവറേറ്റ് പാലറ്റ്. ഞാനൊരു ഭയങ്കര സിമ്പിളായിട്ടുള്ള ഐ ലുക്കാണ് എനിക്കിഷ്ടം. ഞാനൊരു ഗ്ലിറ്റർ ഗേൾ അല്ല കേട്ടോ. എനിക്ക് അങ്ങനെ ഗ്ലിറ്റേഴ്സൊന്നും അധികം ഇഷ്ടമല്ല, പക്ഷെ ഇന്ന് നമ്മൾ കുറച്ച് ഗ്ലിറ്റർ ഇട്ടുന്നുണ്ട്. ഫസ്റ്റ് ഞാൻ ഈ ഒരു ബ്രൗൺ, നമ്മുടെ ഏത് പാലറ്റിലുണ്ടാവും ഒരു ബ്രൗൺ ഷെയ്ഡ്, അതെടുത്തിട്ട് ഇതുപോലെ ഒന്ന് കോർണറിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. സോ ഗുഡ്. പിന്നെ ഈ ഒരു കണ്ണ് നമ്മൾ തന്നെ ആയതുകൊണ്ട് നമുക്കിതും കൂടെ ചെയ്യണം. ചെയ്തു. ഇനി അടുത്തത് ഞാനൊരു ഗ്ലിറ്റർ ഇടും. ഈ ഒരു ഗ്ലിറ്ററാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. എൻ്റെ ഔട്ട്ഫിറ്റ് ഏതാണെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. ഇങ്ങനെ പുതിയത് പർച്ചേസ് ചെയ്തിട്ടൊന്നുമില്ല, ബർത്ത്ഡേ ആണെന്ന് വിചാരിച്ചിട്ട്. സോ ഈ ഒരു ഷെയ്ഡ് എടുത്തിട്ട് ഈ ഒരു കോർണറിൽ മാത്രം ഇടാം. ഓക്കെ, കള്ളവൈ പിടിച്ചു. നമ്മുടെ ഐ ഷാഡോൻ്റെ പരിപാടി ഡൺ. ഇത്ര പരിപാടിയേ ഉള്ളൂ. നമ്മൾ വിചാരിച്ച പോലെ ഈ മേക്കപ്പ് ഒരാണ് സംഭവമൊന്നുമില്ല. അടുത്തത് മസ്കാര. ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് മസ്കാര. വേർ ഈസ് മൈ മസ്കാര? ഇതൊക്കെ എൻ്റെ സാധനങ്ങളാണ്. ഈ ഒരു മസ്കാര യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ കുറേ ആയി. ദിസ് ഇസ് മൈ ഫേവറേറ്റ് വൺ. ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്ത് നോക്കിയാൽ അവിടെ എല്ലാത്തിൻ്റെ ലിങ്കും ഞാൻ കൊടുത്തിട്ടുണ്ടാവും. അവൈലബിൾ ആയിട്ടുള്ള എല്ലാത്തിൻ്റെ ലിങ്കും.
സോ മസ്കാര അപ്ലൈ ചെയ്യുക. ഇവിടെ എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സ്റ്റെപ്പ് മസ്കാര ഇടുക. ഒരുപാട് മസ്കാര ഇടും കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഹാപ്പി ന്യൂസ്, കറണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കറണ്ട് വന്ന് ഇപ്പോൾ കുറച്ചും കൂടെ ബെറ്റർ അല്ലേ? കാരണം അപ്പോഴാണ് നമ്മൾ കറക്റ്റ് കാണുക. ആക്ച്വലി എനിക്ക് നല്ല ചൂടെടുക്കുന്നുണ്ട് കേട്ടോ. കാരണം ഞാൻ ഇവിടെ ഫാൻ ഓൺ ചെയ്തിട്ടില്ല. അപ്പോൾ ഭയങ്കര ശബ്ദമായിരിക്കും വിചാരിച്ചിട്ട്. സോ നമ്മുടെ ഐ ലുക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അടുത്തത് നമ്മൾ ഐബ്രോ സെറ്റ് ചെയ്യാണ്. സോ ഞാൻ യൂസ് ചെയ്യുന്ന എല്ലാ പ്രോഡക്റ്റും നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന പ്രോഡക്റ്റ്സുകളാണ്. അതുപോലെ നിങ്ങൾക്ക് ഇതെല്ലാം യൂസ് ചെയ്താൽ എന്താണെങ്കിലും ഫൈനൽ ലുക്ക് അടിപൊളി ആയിരിക്കും കേട്ടോ. സോ ഇത് നമ്മുടെ അല്ല, എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഐബ്രോ പെൻസിലാണ് ഫ്രം എന്നുള്ള വിചാരമുള്ളൂ, ഫ്രം ഇൻസൈഡ് കോസ്മെറ്റിക്സ്. ഇതിൻ്റെ ഇവിടെ ഒരു സ്പൂല് വരുന്നുണ്ട്. ഇവിടെയാണ് പ്രോഡക്റ്റ് ഇരിക്കുന്നത് കേട്ടോ. ഇത് രണ്ടും ആദ്യം അയച്ച് വെക്കാം. എൻ്റെ മോളെ ഇത് പിന്നെ കേടുന്നു. ഞാൻ ആക്ച്വലി ഇതിൻ്റെ മൂടി അല്ലേനി. അപ്പോൾ ഇതിൻ്റെ മൂടിയേനി. അപ്പോൾ ഇത് തീരുമാനമായതായി ഞാൻ അറിയിക്കുന്നു കേട്ടോ. സിമ്പിൾ. ആദ്യം ഇതുപോലെ ഫുൾ ഐബ്രോസ് താഴത്തോട്ട് കോംബ് ചെയ്ത് കൊടുക്കുക. ഫസ്റ്റ് ഈ കോർണർ ഇങ്ങനെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഓക്കെ. അടുത്തത് ഇവിടെ ഇതുപോലെ കുറച്ചാക്കി കൊടുക്കുക. ആൻഡ് മുകളിലോട്ട് കോംബ് ചെയ്യുക. കണ്ടോ? ഇനി ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കുക. സോ ഇനി നമുക്ക് കുറച്ച് ബ്ലഷ്, ഹൈലൈറ്റർ ആൻഡ് ലിപ്സ്റ്റിക്. കുഴപ്പമില്ല, നമുക്ക് ഈ ഷീൻഗ്ലാൻഡ് ബ്ലഷ് എടുക്കാം. ഇതൊരു അടിപൊളി ബ്ലഷാ. ഇതും ഞാൻ എൻ്റെ ബ്രൈഡ്സിന് വരെ യൂസ് ചെയ്യുന്ന ബ്ലഷാട്ടോ. ഈ ഷെയ്ഡ് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഷെയ്ഡാട്ടോ ഇത്. എന്നിട്ട് ഞാനൊരു ബ്യൂട്ടി ബ്ലെൻഡർ എടുത്തിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് ഇടുക. ഒരു നാച്ചുറൽ ലുക്കാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിന് മൂക്കിലൊക്കെ ഇടണം. എൻ്റെ ബ്രദർ പറയുന്ന പോലെ അടി കിട്ടിയ പോലെയുള്ള മേക്കപ്പാണോ നീ ഇന്നിട്ട് എന്ന് ചോദിക്കുന്ന പോലെ അടി കിട്ടിയ പോലത്തെ മേക്കപ്പാണ്. അപ്പോൾ നമ്മൾ ഹൈലൈറ്റ് ചെയ്യാൻ ഷീൻഗ്ലാമിൻ്റെ ഈ ഒരു ഹൈലൈറ്ററാണ് യൂസ് ചെയ്യുന്നത്. ഇത് ഈ ലൂണാർ ഗ്ലോ ഹൈലൈറ്ററാണ് കേട്ടോ. അടുത്തത് ഹൈലൈറ്റർ ഇട്ടാൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്താൽ ഒന്നും കൂടെ ഒരു നാച്ചുറൽ ലുക്ക് കിട്ടും കേട്ടോ. എന്തെങ്കിലും ഫോളോട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഈ ബ്യൂട്ടി ബ്ലെൻഡർ അങ്ങോട്ട് എടുത്തോളൂ. ഇടാൻ പോവുകയാണ് കേട്ടോ. സോ ഗൈസ്, ദിസ് ഇസ് മൈ ഫേവറേറ്റ് ലിപ്സ്റ്റിക്. ഈ ലിപ്സ്റ്റിക്കിൻ്റെ പേര് വരുന്നത് മാക്സ് ഫാക്ടറി പറഞ്ഞിട്ടാണ്. ഇത് ഇവിടെ അവൈലബിൾ ആണെങ്കിൽ ഞാൻ ഇനി കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ ഷെയ്ഡ് വരുന്നത് 40 ഡസ്റ്റ് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡാണ് വരുന്നത്. ഇതെനിക്ക് എൻ്റെ ഹസ്ബൻഡ് ബർത്ത്ഡേക്ക് ഗിഫ്റ്റായിട്ട് തന്നതാണ്. ഇതും എനിക്ക് ഫേവറേറ്റ് ആയുള്ള പെർഫ്യൂമും ഉണ്ട് കേട്ടോ. സോ അതുകൊണ്ട് ഇതെനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്. ആദ്യമായിട്ടാണ് എനിക്ക് പറ്റിയിട്ടുള്ളൊരു ഷെയ്ഡൊക്കെ ഓൺലൈനിൽ നോക്കി പർച്ചേസ് ചെയ്യുന്നത്. മൂപ്പര് ഭയങ്കര ഞാനൊക്കെ ഷോക്കായി പോയിട്ടോ. കാരണം വേറെ ഉള്ളത് ഗിഫ്റ്റ് തരുന്നല്ലാതെ ഒരു ലിപ്സ്റ്റിക്കൊക്കെ എനിക്ക് ഗിഫ്റ്റ് തരും എന്നുള്ള കാര്യം ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല. സോ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ലിപ്പ് ഭയങ്കര ന്യൂഡായി പോയി എന്നൊരു സംശയം ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഈ നൈക്കൻ്റെ ചായ് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഷെയ്ഡും കൂടെ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. ആൻഡ് ഫൈനൽ സ്റ്റെപ്പ്, വേർ ഈസ് ദ സെറ്റിംഗ് സ്പ്രേ. യെസ്, അപ്പോൾ നമുക്ക് സെറ്റിംഗ് സ്പ്രേ അടിച്ചാൽ ഇത് നിക്സിൻ്റെ സെറ്റിംഗ് സ്പ്രേ ആണ്. ഇതങ്ങോട്ട് ലോക്ക് ചെയ്തോളും ആൻഡ് ഗ്ലോ ഒന്നും കൂടെ തരും കേട്ടോ. അപ്പോൾ കണ്ണടച്ചിട്ട് ഒരു ഫാൻ ഉണ്ട് കേട്ടോ. ഒരു ഉപകാരത്തിന് പറ്റില്ല, കാരണം ഇതിന് ഞാൻ ചാർജിലിടാറില്ല. ഇനി എൻ്റെ ഒരു ഹെയർ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ എങ്ങനെയും ഞാൻ കെട്ടിയിട്ടുള്ള ഹെയറിനെ ഞാൻ പിടിച്ചിട്ട് ഇങ്ങോട്ടൊക്കെ ആക്കിയിടും. ദിസ് ഈസ് മൈ ഹെയർ സ്റ്റൈൽ. ഇനി എൻ്റെ ഇതൊന്ന് ഉണങ്ങട്ടെ. ഞാൻ ഫാൻ ഇടുന്നുണ്ട് കേട്ടോ. അപ്പം എൻ്റെ മേക്കപ്പ് ഉണങ്ങി കിട്ടും. സോ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. നല്ലൊരു ഗ്ലോയി മേക്കപ്പാണ്. ചുണ്ടൊക്കെ നല്ലൊരു ന്യൂഡ് ലുക്ക് കൊടുത്തിട്ട് അടിപൊളിയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എപ്പോഴും ചെയ്യുന്നത് തന്നെയാണ്. അങ്ങനെ ബർത്ത്ഡേ ആണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ സ്പെഷ്യലി അങ്ങോട്ട് ഉണ്ടാക്കിയൊന്നുമല്ല കേട്ടോ. ഇതന്നെയാണ് എൻ്റെ എപ്പോഴും ചെയ്യുന്ന മേക്കപ്പ്. പക്ഷെ കുറച്ച് ഗ്ലോ ഞാൻ കുറച്ച് കൂടുതൽ ആഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു മാറ്റമേ ഉള്ളൂ കേട്ടോ. എനിവേ ഗൈസ്, ഇഷ്ടപ്പെടാണെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കണ്ട. നമുക്ക് പിന്നെ അടുത്തൊരു വീഡിയോയിൽ കാണാം. ഇനിയും വല്ലാണ്ട് പറയുന്നൊന്നുമില്ല. ആണ്ടിലും സംക്രാന്തിക്ക് ഞാൻ ഓരോ വീഡിയോ ഇടും. അപ്പോൾ കാണാം. ഓക്കെ, ബൈ.